ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഭണ്ഡാരമായ രാമായണത്തെക്കുറിച്ച് നമ്മളിൽ ധാരാളം ആളുകൾക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് 300-ലധികം രാമായണങ്ങളുണ്ട്. 300-ലധികം രാമായണങ്ങൾ. ലോകത്തിലെ അനേകം ഭാഷകളിൽ രാമകഥ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തുള്ള ദക്ഷിണേഷ്യയിലും ദക്ഷിണ പൂർവേഷ്യയിലും ഉള്ള പല രാജ്യങ്ങളിലും രാമകഥ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിലാണെങ്കിൽ സംസ്കൃതത്തിൽ തന്നെ ഏകദേശം 25-ലധികം രാമായണങ്ങളുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ഭാഷകളിലും രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ 1-ലധികം രാമായണങ്ങളുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണം ഏറ്റവും പ്രസിദ്ധമാണ്. അതിൻ്റെ പാരായണമാണ് ഇന്ന് നടക്കുന്നത്. ഇതുകൂടാതെ കണ്ട് നിരണ്ണം കവികൾ എന്നറിയപ്പെടുന്ന കണ്ണശ രാമായണം കൂടിയുണ്ട് മലയാളത്തിൽ. അത് അത്രയധികം ഇന്ന് പ്രചാരത്തിലില്ല. ഇതുപോലെ ഹിന്ദിയിലാണെങ്കിൽ തുളസിദാസ രാമായണം, തമിഴിൽ കമ്പരാമായണം, ഇങ്ങനെ എല്ലാ ഭാരതീയ പ്രധാനപ്പെട്ട ഭാഷകളിലും രാമകഥ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിന് പുറത്താണെങ്കിൽ സിംഹള ഭാഷയിൽ, ജാവാനീസ് ഭാഷയിൽ, ബാലിനീസ് ഭാഷയിൽ, ചൈനീസിൽ, സിയാമീസിൽ, കൊറിയൻ ഭാഷയിൽ എല്ലാം രാമകഥകളുണ്ട്. ഇത് കൂടാതെ തന്നെ കാവ്യങ്ങളായിട്ട് രാമനെക്കുറിച്ച് കണ്ടമാനം കാവ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. രാമകഥ നാടകരൂപത്തിലും മറ്റു കലാരൂപങ്ങളിലുമായിട്ട് ലോകത്തിൽ പല സ്ഥലത്തും ഇന്നും നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇന്തോനേഷ്യയിൽ നടക്കുന്നു. ഇങ്ങനെ മനുഷ്യവർഗത്തെ അങ്ങേയറ്റം സ്വാധീനിച്ച ചുരുക്കം ചില ഗ്രന്ഥങ്ങളിലൊന്നാണ് രാമായണം. ഈ രാമായണത്തിൻ്റെ പ്രചാരത്തിന് യാതൊരു തരത്തിലുള്ള ഒരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. യാതൊരു തരത്തിലുള്ളൊരു ബലവും അതിൽ ഉപയോഗിച്ചിട്ടില്ല. ജനഹൃദയങ്ങളിലേക്കാണ് രാമായണം എത്തിയത്. അതുകൊണ്ടാണ് ജനങ്ങൾ അത് പാരായണം ചെയ്ത് ജനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ ജനമധ്യത്തിൽ ജീവിക്കുകയാണ് രാമായണം. രാമായണം ആദ്യമായി രചിക്കപ്പെട്ട സംസ്കൃതത്തിലാണ്. വാൽമീകി മഹർഷിയാണ് അതിൻ്റെ രചയിതാവ്. ആദ്യത്തെ കാവ്യമാണ് രാമായണം. അതുകൊണ്ട് വാൽമീകിയെ ആദികവി എന്നും വിളിക്കുന്നു. ഭാരതത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിലും രാമകഥയുണ്ട്. ബൗദ്ധരുടെ ഇടയിൽ രാമകഥയുണ്ട്. ശ്രീബുദ്ധൻ്റെ ജാതക കഥകൾ എന്ന പ്രസിദ്ധമായ കുറേ കഥകൾ ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അതിൽ ശ്രീബുദ്ധൻ തൻ്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ആ കഥകളിലെ ഇതിവൃത്തം. ശ്രീബുദ്ധൻ പറയുന്നത് തൻ്റെ ഒരു പൂർവ്വജന്മത്തിൽ താൻ ശ്രീരാമനായിരുന്നു എന്നാണ്. ദശരഥ ജാതകം എന്നാണ് ആ ജാതക കഥയുടെ പേര്. ഇനി കൂടാതെ ജൈനന്മാരുടെ ഇടയിൽ രാമായണമുണ്ട്. അതിൽ ശ്രീരാമൻ ഒരു ജിനനാണ്. ജിനൻ ആരെയും കൊല്ലില്ല. അതുകൊണ്ട് ജൈനരുടെ രാമായണത്തിൽ രാവണനെയും കുംഭകർണനെയും കൊല്ലുന്നത് ശ്രീരാമനല്ല, അവരെ വധിക്കുന്നത് ലക്ഷ്മണനാണ്. ഇതുപോലെ ഓരോ വിഭാഗവും അവരുടെ ആദർശങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ രാമകഥയിൽ വരുത്തിയിട്ടുണ്ട്. രാമായണം എന്ന് രചിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഇന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് രാമായണം എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രാമകഥ എല്ലായിടത്തും പരന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാമായണം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രചരിച്ചിരുന്നു. തമിഴിൽ ഈ സംഘകാല കൃതികൾ എന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപാണ് അവ രചിക്കപ്പെട്ടത്. അവയിൽ തന്നെ സഹോദരന്മാരെക്കുറിച്ച് പറയുമ്പോൾ രാമലക്ഷ്മണന്മാരെ പോലെ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് വരുമ്പോൾ രാമനെയും സീതയും പോലെ എന്ന് പറയുന്നുണ്ട്. അത് കാരണം രാമകഥ ആ കാലത്തിൽ തന്നെ എല്ലാ വീടുകളിലും എത്തിയിരുന്നു. എല്ലാവർക്കും അത് അറിയാമായിരുന്നു. നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. വാൽമീകിയുടെ രാമായണത്തിൽ രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്നൊരു സങ്കല്പത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ചിലർ പറയും വാൽമീകി ശ്രീരാമനെ ഒരു ഈശ്വരാവതാരമായി ചിത്രീകരിക്കുന്നില്ല എന്ന്. അത് ശരിയല്ല. വാൽമീകിയുടെ രാമായണത്തിൽ യുദ്ധത്തിൽ രാവണവധത്തിന് ശേഷം ദേവന്മാരെല്ലാം പ്രത്യക്ഷപ്പെട്ടു ആകാശത്ത്. അവർ പറഞ്ഞു, ഈശ്വരാംശമാണ് നിന്നിലുള്ളത്. രാമൻ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. കാരണം എന്താ വെച്ചാൽ രാമൻ തൻ്റെ ദിവ്യത്വം വെളിവാക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, ബ്രഹ്മാവ് പറയട്ടെ ഞാൻ ആരാണെന്ന്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നീ ചതുർഭുജനായ ലോകത്തെ സംരക്ഷിക്കുന്ന വിഷ്ണുവാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ് നീ എന്ന്. അപ്പോൾ ഈശ്വരനാണെന്നുള്ള സങ്കല്പം വാൽമീകി രാമായണത്തിലുമുണ്ട്. പക്ഷേ ഭക്തിക്ക് അല്ല അവിടെ മുൻതൂക്കം, ധർമ്മത്തിനാണ് അവിടെ മുൻതൂക്കം. അതുകൊണ്ട് സംസ്കൃതത്തിൽ പല രാമായണങ്ങൾ വേറെയും വന്നു. ആധ്യാത്മരാമായണം യഥാർത്ഥത്തിൽ സംസ്കൃതത്തിലാണ് അത് ആദ്യം രചിക്കപ്പെട്ടത്. അവിടെ ഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കമ്പരാമായണത്തിൽ അതിശയോക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഈ ആധ്യാത്മരാമായണത്തിനെ അടിസ്ഥാനമാക്കിയാണ് തുഞ്ചത്ത് ആചാര്യൻ മലയാളത്തിൽ അധ്യാത്മരാമായണം എഴുതിയത്. ഒരു തരത്തിലുള്ള സ്വതന്ത്ര തർജ്ജമയായിരുന്നു അത്. തുളസീദാസ രാമായണവും കമ്പരാമായണവും സംസ്കൃതത്തിലൊരു ആനന്ദരാമായണം എന്നൊരു രാമായണത്തിൽ നിന്നാണ് വന്നത്. അങ്ങനെ വാൽമീകിയിൽ നിന്ന് ഉത്ഭവിച്ച ആ രാമകഥാ സ്രോതസ്സ്
മറ്റ് പലരുടെയും ഭാവനയിൽ കൂടി മറ്റ് പലരുടെയും ഹൃദയങ്ങളിൽ കൂടെ അത് പ്രവഹിച്ച് ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും ഇന്ന് രാമായണമായിട്ട് പ്രകടമായിരിക്കുന്നു. ആ രാമായണങ്ങൾ അവിടുത്തെ ജീവിതത്തിനെ അങ്ങേയറ്റത്തോളം പുഷ്ടിപ്പെടുത്തി. അവരുടെ ഭാവനയ്ക്കും അവരുടെ കലകൾക്കും അവരുടെ ചിന്തകൾക്കുമെല്ലാം അത് വലിയൊരു പ്രചോദനമായി തീർന്നു. അങ്ങനെയുള്ള രാമായണം പ്രാചീന കാലത്ത് മാത്രമല്ല ഇന്നും നമ്മളുടെ എല്ലാം ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനായിട്ട് അങ്ങേയറ്റത്തോളം പ്രയോജനപ്പെടും. രാമകഥ പഠനം, അതിനെക്കുറിച്ചുള്ള ചിന്തനം, ഇതിൽ കൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് അങ്ങേയറ്റത്തോളം വലിയ സംഭാവനകൾ രാമായണത്തിന് നമുക്ക് തരാനായിട്ട് സാധിക്കും. കർക്കിടക മാസത്തിൻ്റെ പ്രസക്തി അതാണ്. രാമായണ മാസമായിട്ട് കേരളത്തിൽ കൊണ്ടാടപ്പെടുന്നു. വീടുകളിലെല്ലാം രാമായണം വായിക്കും. വളരെ നല്ലൊരു കാര്യമാണത്. പക്ഷേ അതോടുകൂടി തന്നെ കുറച്ച് അറിവുള്ളവർ ഈ രാമായണത്തിലെ തത്വങ്ങൾ കൂടി ആളുകളിലേക്ക് പകർന്നു കൊടുക്കണം. ഭക്തി വളരെ വലുതാണ്. പക്ഷേ ആ ഭക്തിയോടൊപ്പം സ്വല്പം ജ്ഞാനം കൂടി വേണം. അങ്ങനെ ജ്ഞാനസഹിതമായൊരു ഭക്തിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു നല്ലൊരു പരിവർത്തനം വരുത്തുവാനായിട്ട് പ്രയോജനപ്പെടുക.